എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 5-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നാളെയാണ്. ഇതിനു പുറമെ ഈ ഒക്ടോബർ മാസത്തിൽ പെൻഷൻ കൂടി വരികയാണ്. രണ്ട് സഹായം കൂടി ലഭിക്കുന്ന ആളുകൾക്ക് 3600 ലഭിക്കാൻ പോകുന്നത്. ഇതിന്റെ ആദ്യ വിതരണമാണ് കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപയുടെ വിതരണം. അത് നാളെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഒക്ടോബർ മാസത്തിലെ സർക്കാർ ആനുകൂല്യങ്ങളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 18ാം ഗഡു 3ാം മോദി സർക്കാർ അധികാരമേറ്റ് 100 ദിവസം പിന്നിടുമ്പോൾ വിതരണം ചെയ്യുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡു 3ാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ വിതരണം ചെയ്തിരുന്നു. ഈ സർക്കാർ ആദ്യം ഒപ്പിട്ട ബില്ലും PM കിസാൻ സമ്മാൻ നിധിയുടേതായിരുന്നു. രാജ്യത്തെ 9.5 കോടി കർഷകരുടെ അക്കൗണ്ടിലേക്കാണ് 2000 രൂപ വീതം വിതരണം ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി. 2022 ഒക്ടോബർ 5 നാളെ ഉച്ചക്ക് 12 മണിക്കാണ് തുക വിതരണം നടക്കുന്നത്. PM ഇവന്റ് വെബ്സൈറ്റിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള സമയവും തീയതിയും വ്യക്തമാക്കി അറിയിപ്പ് എത്തിയിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധി തുക പതിവ് പോലെ പൊതുചടങ്ങിൽ വെച്ച് ഈ ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് പതിവ് പോലെ 2000 രൂപ വീതം കയറി തുടങ്ങും. എല്ലാവർക്കും ഒരുമിച്ച് കയറിക്കൊള്ളണം എന്നില്ല. തുക വിതരണം നടന്ന് 12 മണിക്ക് ശേഷം തന്നെ തുക എത്തിത്തുടങ്ങുമ്പോൾ ചില ആളുകൾക്ക് നാളെ തന്നെ തുക എത്തും. മറ്റു ചില ആളുകൾക്ക് തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുമോ എന്നറിയില്ല. എത്തിയിട്ടില്ല എങ്കിൽ തിങ്കളാഴ്ച മുതൽ ആ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. ഭൂരിഭാഗം ആളുകൾക്കും നാളെ ശനിയാഴ്ച തന്നെ ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത്തെ ഗഡു വിതരണ സമയവും തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ ഉച്ചക്ക് 12 മണിക്കാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് എന്നുള്ള പ്രധാന അറിയിപ്പാണ് പറയാനുള്ളത്. എന്തായാലും PM കിസാൻ സമ്മാൻ നിധി വിതരണത്തോടു കൂടി ഒക്ടോബർ മാസത്തെ ആനുകൂല്യങ്ങളുടെ വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത്. കൂടാതെ ഒക്ടോബർ മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു കൂടി ലഭിക്കുന്നതാണ്. 20 കൂടി ഇതിന്റെ അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും. പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാരിന് തുക കണ്ടെത്തേണ്ടതുണ്ട്. കടമെടുത്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ഒരു വിതരണം ഉണ്ടാകുക. 900 കോടി രൂപയാണ് സർക്കാരിന് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. കടമെടുത്ത് ആ ഒരു തുക വിതരണം നടത്തുമ്പോൾ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ 2024 ഇപ്പോൾ നടന്ന മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ഈ ഒരു 1600 ലഭിക്കുമ്പോൾ കുറെ പേർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് മൂലം ആ ഒരു പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്ന വിവരങ്ങളാണ് വരുന്നത്. 25 കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുക. അതിനുശേഷം കയ്യിലേക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ്. ഈ അറിയിപ്പാണ് ആദ്യമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഈ ഒക്ടോബർ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം 3-ാം തീയതി, അതായത് ഇന്നലെ മുതലാണ് ആരംഭിച്ചത്. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമാക്കിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധികം അരിയായി 10 കിലോ അനുവദിച്ചിരുന്നു. അത് തുടർന്നുള്ള മാസങ്ങളിലും നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നു. എങ്കിലും ഈ ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണ അറിയിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത് വന്നപ്പോൾ അതുണ്ടായില്ല. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരിയായി ലഭിച്ചിരുന്ന 10 കിലോയിൽ നിന്നും വലിയ വെട്ടിക്കുറക്കലാണ് ഉണ്ടായത്. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. ഇതുകൂടാതെ സ്പെഷ്യൽ അരിയായിക്കൊണ്ട് 4 കിലോ അരി കൂടി ലഭിക്കുന്നുണ്ട്. സെപ്റ്റംബറിന് മുമ്പ് കഴിഞ്ഞ 4 മാസമായി അത് അങ്ങനെ തന്നെയാണ് ലഭിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ചാണ് 10 കിലോ അധിക അരി അനുവദിച്ചത്. വെള്ള റേഷൻ കാർഡിനാകട്ടെ കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് 10 കിലോ ഉണ്ടായിരുന്നത് ഈ മാസം 2 കിലോ ആക്കി ചുരുക്കിയിട്ടുണ്ട്. ഓണത്തിന് മുമ്പ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് തുടർച്ചയായിട്ട് 4 മാസം 5 കിലോ അരി ലഭിച്ചതാണ്. പക്ഷേ അത് 2 കിലോ ആക്കി കുറച്ചു എന്നുള്ളത് വളരെയധികം ദയനീയമായിട്ടുള്ള കാര്യമാണ്. കാരണം വാടക വീട്ടിലാണ് എങ്കിൽ പോലും പുതിയൊരു റേഷൻ കാർഡിനെ അപേക്ഷിച്ച് റേഷൻ കാർഡ് അനുവദിച്ച് കിട്ടുമ്പോൾ 90%
വെള്ള റേഷൻ കാർഡാണ് കിട്ടുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് ഈ 2 കിലോ അരി കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. സംസ്ഥാനത്ത് കുറേ മാസങ്ങളായിട്ട് വെള്ള റേഷൻ കാർഡിന് ഇത് തന്നെയാണ് അവസ്ഥ. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരുടെ മസ്റ്ററിങ്ങും ഇപ്പോൾ നടക്കുകയാണ്. പല ആളുകളും നീല വെള്ള റേഷൻ കാർഡുള്ളവർ മസ്റ്ററിങ് ചെയ്യണമോ എന്ന് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്. അതിന് വ്യക്തമായി പറയാം, നീല വെള്ള റേഷൻ കാർഡാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ ഒരിക്കലും മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല. അങ്ങനെ ഒരു കാര്യം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളാരും മസ്റ്ററിങ്ങിന് പോവേണ്ടതില്ല എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, മുൻഗണന റേഷൻ കാർഡിന് എപ്പോൾ അപേക്ഷിക്കാൻ കഴിയും എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ട് സംസ്ഥാന സർക്കാർ ഓൺലൈനായി അപേക്ഷ വിളിക്കാറാണ് പതിവ്. ഏതാനും മാസങ്ങൾ കൂടുമ്പോഴാണ് അപേക്ഷ ക്ഷണിക്കാറുള്ളത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ ക്ഷണിച്ചിട്ടില്ല. അതിന് കാരണം നവകേരള സദസ്സിൽ ഒരുപാട് അപേക്ഷകൾ വന്നു. അത് പരിഗണിക്കുന്നത് കൊണ്ടാണ് പുതിയ അപേക്ഷകൾ ക്ഷണിക്കാത്തത്. ഒഴിവ് വരുന്ന മുറക്ക് ഓരോ താലൂക്കിനും അത് വീതിച്ച് നൽകിക്കൊണ്ടാണ് അപേക്ഷകൾ പരിഗണിക്കാറുള്ളത്. എന്നാൽ നിങ്ങളുടെ കാർഡിൽ മുൻഗണനാ കാർഡിന് അർഹത എന്നാൽ നിങ്ങളുടെ വെള്ള നീല റേഷൻ കാർഡാണ് എങ്കിൽ മുൻഗണനാ കാർഡിന് അർഹതയുണ്ട്. ആ കാർഡിലെ ഒരു അംഗം ഗുരുതര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായി മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാം. താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതിന് നിങ്ങളുടെ രോഗം തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി വേണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കായി ഒക്ടോബർ മാസത്തിൽ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ നീല റേഷൻ കാർഡുള്ളവർക്ക് കൂടുതൽ അരി ലഭിക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡിൽ ചേർക്കാത്ത കുട്ടികളെ കൂടി ചേർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓരോ വ്യക്തികൾക്കുമാണ് 2 കിലോ വീതം അരി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അംഗങ്ങൾ കൂടുന്നതിനനുസരിച്ച് റേഷൻ കാർഡിൽ അരി വിഹിതം കൂടുന്നതാണ്. പിങ്ക് റേഷൻ കാർഡിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. നമ്മുടെ എല്ലാം നൊമ്പരമായ ശിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ്റെ കുടുംബം സൈബർ ആക്രമണത്തിനെതിരെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തു. സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമം നടത്തിയതിനും കലാപ ശ്രമത്തിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ചേവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ കുടുംബത്തിൻ്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസമാണ് സൈബർ അധിക്ഷേപം നേരിടുന്നതായി കാണിച്ച് കുടുംബം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. നീചമായ സൈബർ ആക്രമണം നടക്കുന്നു എന്നും ഇതിനെതിരെ നടപടി വേണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1 ലക്ഷത്തിലേറെ വിദ്വേഷ കമൻറ്റ് ഒരു ദിവസം വരുന്നുണ്ട് എന്നും മനാഫിൻ്റെ പേരുൾപ്പെടെ പരാമർശിക്കുന്ന പരാതിയിൽ പറയുന്നു. പരാതി പിന്നീട് മെഡിക്കൽ കോളേജ് SP-ക്ക് കൈമാറി. ഇതുപ്രകാരം ചേവായൂർ പോലീസിന് കേസെടുക്കാൻ നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കുടുംബം മനാഫിനെതിരെ വാർത്താസമ്മേളനം നടത്തുന്നതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആ വാർത്താസമ്മേളനം നടന്നതിന് ശേഷമാണ് രൂക്ഷമായ സൈബർ ആക്രമണം ആ കുടുംബം നേരിട്ടു തുടങ്ങിയത്. വർഗീയമായ പ്രചരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നേരത്തെ ശിരൂരിലെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ അമ്മയുടെ പരാമർശത്തിനു നേരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. എന്നാൽ അതിലും വലിയ ആക്രമണമാണ് ഇപ്പോൾ നേരിടുന്നത് എന്നും അവർ പരാതിയിൽ പറഞ്ഞു. എന്നാൽ പരാതിയിലെ ചില വിഷയങ്ങളിൽ വളരെ വികാരാധീനനായാണ് മനാഫ് പ്രതികരിച്ചത്. താൻ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ല എന്നും ശിക്ഷിക്കപ്പെട്ടാലും അർജുൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും ശിരൂരിൽ മണ്ണിടിച്ചിൽപ്പെട്ട ലോറി ഉടമ മനാഫ് പറഞ്ഞു. മതങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നും ഇങ്ങനെയൊരു കേസിൽ പ്രതി ചേർത്തതിൽ വലിയ മാനസിക സംഘർഷത്തിലാണ് എന്നും മനാഫ് പറഞ്ഞു. സൈബർ ആക്രമണത്തിൽ അർജുൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തതിൽ പ്രതികരിക്കുകയായിരുന്നു മനാഫ്. കേസിനെ എങ്ങനെ നേരിടും എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തനിക്ക് അറിയില്ല എന്നായിരുന്നു മനാഫിൻ്റെ മറുപടി. മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. മതങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളൂ. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ സമയത്തും തൻ്റെ ഭാഗത്തുനിന്നും അറിയാതെ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ അതിന് മാപ്പ് പറഞ്ഞതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നിട്ടും അവർ കേസ് കൊടുത്തെങ്കിൽ എന്താണ് ചെയ്യുക? അവരെ ആക്രമിക്കുന്ന രീതിയിലോ അധിക്ഷേപിക്കുന്ന രീതിയിലോ ആയ കമൻറ്റ് ഇടരുത് എന്നു തന്നെയാണ് പൊതുസമൂഹത്തോട് തനിക്ക് പറയാനുള്ളത് എന്നും മനാഫ് പറഞ്ഞു. തൻ്റെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അനാവശ്യമായി വിളിക്കരുത് എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് എന്നും മനാഫ് പറഞ്ഞു. ജനവികാരം എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. കഴിയുന്നതുപോലെ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്നലത്തെ പത്രസമ്മേളനത്തോടെ എല്ലാം അവസാനിപ്പിച്ചതാണ്. ഞാനിപ്പോഴും അവർക്ക് അനുകൂലമായാണ് സംസാരിക്കുന്നത്. കേസിൽ ശിക്ഷിക്കപ്പെട്ടാലും അവർക്കൊപ്പം നിൽക്കും. അർജുനെ പുഴയിൽ നിന്നും കിട്ടിയാൽ സമാധാനം ഉണ്ടാകും എന്ന് കരുതി. എന്നാൽ അതുണ്ടായില്ല. കേസെടുക്കുന്നതിൽ സങ്കടമുണ്ട്. എന്നാൽ ആരാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും വിതുമ്പിക്കൊണ്ട് മനാഫ് പറഞ്ഞു.
സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. ഗ്രാമിന് 10 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 7120 രൂപയിൽ എത്തിയിട്ടുണ്ട്. 1 പവൻ സ്വർണത്തിന് 80 രൂപ വർദ്ധിച്ച് 56,960 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.